السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. സ്നേഹമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം നിർവഹിച്ച നമ്മുടെ ജുമുഅ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൽ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രഭാഷണ പരിപാടിയുടെ അവസാനത്തെ വെള്ളിയാഴ്ചയിലുള്ള നമ്മുടെ അവസാന സന്ദർഭമാണിത്. സഹോദരങ്ങളെ, ദീനു പഠിക്കുവാൻ ഒട്ടേറെ അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പലരും അത് പ്രയോജനപ്പെടുത്തുന്നില്ല എന്നത് സങ്കടകരമാണ്. ഇവിടെ തന്നെ എല്ലാ ജുമുഅക്ക് ശേഷവും അനൗൺസ്മെന്റ് നിങ്ങൾ കേൾക്കാറുണ്ട്. ഇന്ന വിഷയത്തെ സംബന്ധിച്ച് ഇന്ന പള്ളിയിൽ ഇശാ നമസ്കാരത്തിന്റെ ശേഷം ക്ലാസ് ഉണ്ട്. എന്നിട്ട് നമ്മിൽ എത്ര പേര് അത് ഉപയോഗപ്പെടുത്താറുണ്ട് എന്ന് ചിന്തിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദീൻ പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും നഷ്ടമാകരുത്. ശൈത്താൻ നമ്മെ പലതും പറഞ്ഞ് നല്ല കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കും. എന്താണ് അറിവിന്റെ പ്രാധാന്യം നമ്മൾ വിശദീകരിക്കേണ്ടതില്ല. അതുകൊണ്ട് അറിവ് നേടാൻ കിട്ടുന്ന ഇതുപോലെയുള്ള സമയങ്ങൾ നിങ്ങൾ റമദാനിന്റെ ശേഷവും വളരെയേറെ പ്രാധാന്യപൂർവ്വം ഉപയോഗപ്പെടുത്തണം എന്ന് അള്ളാഹുവിന്റെ പേരിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ഈ അവസാന സന്ദർഭങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനം എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? ഖദറിന്റെ രാത്രിയെ പ്രതീക്ഷിക്കുന്ന സമയങ്ങളിൽ ഞാൻ എന്താണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് എന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി നമുക്കൊക്കെ അറിയാം. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവേ, ഇന്നക അഫുവ്വുൻ, നീ ധാരാളം വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, നീ ധാരാളം മാപ്പാക്കുന്നവനാണ്, നീ കണക്കല്ലാതെ പുറത്തു കൊടുക്കുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് ചെയ്യുക, വിട്ടുവീഴ്ച ചെയ്യുക എന്നതൊക്കെ നിനക്ക് പെരുത്തു ഇഷ്ടമാണ്, നിനക്കതൊക്കെ വലിയ ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് ഫഅഫു അന്നി, എന്നിൽ നിന്ന് നിന്നോട് അരുതാത്തത് വന്നുപോയതൊക്കെ മാപ്പാക്കണം, എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്യണം എന്നാണ് ആ പ്രാർത്ഥനയുടെ പൊരുൾ. സഹോദരങ്ങളെ, അത് നിരന്തരമായി നമ്മൾ ചോദിക്കുക. പക്ഷേ അത് ചോദിക്കുന്ന കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സ്വർഗം ഓഫർ ചെയ്തിട്ടുള്ളത്, അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷ പറഞ്ഞിട്ടുള്ളത്, അള്ളാഹു തആല നമ്മോട് ആവശ്യപ്പെടുന്നത് വസാരിഉ, നിങ്ങൾ ധൃതി കൂട്ടുവീൻ, വസാരിഉ, നിങ്ങൾ ധൃതിപ്പെട്ട് ചെല്ലുവീൻ, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് ധൃതിപ്പെട്ടു പോകൂ, വജന്നത്തിൻ, സ്വർഗത്തിലേക്ക് കുതിച്ചോളൂ, സ്വർഗത്തിലേക്ക് ധൃതിപ്പെട്ടു പോയിക്കോളൂ. ഏതാണ് ആ സ്വർഗം? അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം. ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കി വെക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴേ റെഡിയാണ് സ്വർഗം. മുത്തഖീങ്ങളെ കാത്തുകിടക്കുന്ന സ്വർഗം.
ആ സ്വർഗം മുത്തഖീങ്ങൾക്കെന്ന് പറഞ്ഞിട്ട് മതിയാക്കിയിട്ടില്ല. ഇനി കേട്ടോ, അള്ളാന്റെ മഗ്ഫിറത്ത് കിട്ടുന്ന സ്വർഗം കിട്ടുന്ന മുത്തഖീങ്ങൾക്ക് ചില ഗുണം വേണം. ആ ഗുണം അല്ലാഹ് വിശദീകരിക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും സ്വർഗം വേണോ? എനിക്കും നിങ്ങൾക്കും പാപമോചനം വേണോ? അല്ലാഹ് പറയുന്നു നമുക്കൊരു ഗുണം വേണം. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, സന്തോഷഘട്ടത്തിലും സന്താപഘട്ടത്തിലും ഒരുപോലെ ചെലവഴിക്കുന്നവരാണവർ. മനുഷ്യൻ ബുദ്ധിമുട്ട് വരുമ്പോ ചെലവഴിക്കും, സങ്കടം വരുമ്പോ സങ്കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെലവഴിക്കും, ചിലപ്പോ സന്തോഷമുള്ള അവസരത്തിൽ മാത്രവും ചെലവഴിക്കും. എന്നാൽ അല്ലാഹ് പറയുന്നത് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, സന്തോഷഘട്ടത്തിലും സന്താപഘട്ടത്തിലും ചെലവഴിക്കുന്നവനിക്കാണ് സ്വർഗം. അവരാണ് മുത്തഖീങ്ങൾ. ഇനി അടുത്തു പറയുന്ന ഗുണം കേൾക്കണോ? വൽകാളിമീനൽ ഗൈദ്, ദേഷ്യം വന്നാൽ അടക്കുന്നവരാണ്. കോപം കൺട്രോൾ ചെയ്യാൻ കഴിവുള്ളവർക്കാണ് സ്വർഗം. ദേഷ്യം ഒതുക്കാൻ കഴിവുള്ളവർക്കാണ് സ്വർഗം. ഇനിയും കേട്ടോ, അതുകൊണ്ടും തീർന്നിട്ടില്ല. വൽ ആഫീന അനിന്നാസ്, ജനങ്ങളോട് വളരെ വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യുന്നവർക്കാണ് സ്വർഗം. അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ അല്ലാഹു ഏറെ സ്നേഹിക്കുന്നു. അല്ലാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ അല്ലാഹുവോട് ഇങ്ങനെ പറയാ, അല്ലാഹ് നീ ഏറ്റവും മാപ്പാക്കുന്നവനാണ്, നീ ധാരാളം വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, നിനക്ക് വിട്ടുവീഴ്ച ഇഷ്ടാണ്, നീ എന്നോട് വിട്ടുവീഴ്ച ചെയ്യണം, മാപ്പാക്കണം. പക്ഷേ ഇത് പറയുന്ന എനിക്കും നിങ്ങൾക്കും ആ സ്വഭാവമുണ്ടോ? അള്ളാഹിനോട് പറയും, അല്ലാഹ് നീ എന്നോട് മാപ്പാക്കണം, നിനക്ക് വിട്ടുവീഴ്ച ഇഷ്ടമാണ്, എനിക്കത് ഇഷ്ടമല്ലാത്തോണ്ട് ഞാൻ ഒരാളോടും പൊറുക്കൂല, എനിക്കത് ഇഷ്ടല്ല, ഞാൻ ഒരാളോടും ഒരു പൊടിക്ക് കുറയൂല, ഞാൻ എന്നോട് ചെയ്തവനെ വിടൂല, ഞാൻ എന്നെ പറഞ്ഞവനെ വിടൂല, ഞാൻ എന്നെ ദ്രോഹിച്ചവനെ വിടൂല, ഞാൻ എന്നെ ചീത്ത വിളിച്ചവനെ വിടൂല, ഞാൻ എന്നെ അപമാനിച്ചവനെ വിടൂല, ഞാൻ എന്നെ ബുദ്ധിമുട്ടിച്ചവനെ വിടൂല, ഞാൻ പൊറുക്കൂല. എന്റെ മയ്യത്ത് വരെ അവനെ കാണിക്കരുത്, ഞാൻ മരിച്ചാൽ വരെ എന്റെ ജനാസ അവൻ കണ്ടുപോകരുത്, എന്റെ വീട്ടിലേക്ക് അവൻ കയറിപ്പോകരുത്, അവൻ ഞാനുമായിട്ട് മുണ്ടിപ്പോകരുത്, പൊറുക്കൂല എന്ന് പറയുന്ന മനസ്സോടുകൂടി നമ്മളിങ്ങനെ ജീവിച്ചിട്ട് അള്ളാഹിനോട് പറയുന്നു, അല്ലാഹുവേ നീ ഏറെ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, വിട്ടുവീഴ്ച നിനക്ക് വലിയ ഇഷ്ടമാണ്, നീ എന്നോട് വിട്ടുവീഴ്ച ചെയ്യണേ, ഞാൻ ആരോടും വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രശ്നമില്ല. ഇങ്ങനെയാണെങ്കിൽ അല്ലാഹ് നമ്മോട് പൊറുക്കുമോ സഹോദരാ? പൊറുക്കൂല. അതാണ് ഇവിടെ സ്വർഗം കിട്ടുന്ന മുത്തഖീങ്ങളുടെ ഗുണം പറഞ്ഞെടുത്ത് വല്ലാഫീന അനിന്നാസ്, ആളുകൾ നിന്നോട് ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾക്ക് നീ പൊറുത്തു കൊടുത്തോളണം, നീ വിട്ടുവീഴ്ച ചെയ്യണമെന്നാ ഇസ്ലാം പറയുന്നത്. വിട്ടുവീഴ്ച എന്ന് പറയുന്നത് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ഗുണമാണ്. വിട്ടുവീഴ്ചയെ പറ്റി അല്ലാഹ് പറയുന്നത്, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്താൽ, നിങ്ങൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുത്താൽ, നിങ്ങൾ മറ്റുള്ളവരോട് മാപ്പ് കാണിച്ചാൽ പടച്ച റബ്ബ് നിങ്ങളോട് മാപ്പ് കാണിക്കുന്നു. നമ്മളതൊരു അന്തസ് കുറവായിട്ടാ കാണുന്നത്. എനിക്കെന്താ അവനോട് കുറയേണ്ട കാര്യം, എനിക്കെന്താ അവനെ കമ്മി എന്താണെന്നാ ഇബ്ലീസ് നമ്മെ കൊണ്ട് ചോദിപ്പിക്കുന്നത്. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? മാ നഖസത സദഖത്തുൻ മിൻ മാൽ, ഒരു ധർമ്മവും ഒരു ധനത്തിലും കമ്മി വരുത്തൂല. ആ ഹദീസ് നമ്മുടെ വിഷയവുമായിട്ട് ബന്ധമില്ലെങ്കിലും പറയട്ടെ, ധർമ്മം ധനത്തിൽ കമ്മി വരുത്തുമെന്ന ശൈത്താൻ പറയുക. കൊടുത്തുപോകരുത്, കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇത്ര കൊടുക്കണം എന്ന് തീരുമാനിച്ച മനുഷ്യൻ 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് സംഖ്യയുടെ എണ്ണം കുറയുന്നു, 1 മണിക്കൂർ കഴിയുമ്പോ പിന്നെയും നേർപ്പാതിയാകും. വേണ്ട, ഒന്നുറങ്ങി എണീറ്റാൽ ഇനി ഒരു പൈസാ മാർഗത്തിലേക്ക് കൊടുക്കേണ്ടതില്ലെന്ന് തോന്നിപ്പോകും. കാരണം ശൈത്താൻ നിങ്ങളോട് പറയും കൊടുക്കണ്ട, ഫഖീറായി പോകും.
അപ്പൊ മനുഷ്യനോട് അള്ളാന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, ധർമ്മം കൊടുത്തത് കൊണ്ട് നിന്റെ ധനത്തിലൊന്നും കുറയൂല. ഒരു മനുഷ്യനും കൊടുത്തിട്ട് നശിച്ചവനില്ല. കൊടുക്കുന്നവർക്ക് നീ കൂടുതൽ കൂടുതൽ നൽകണേ അല്ലാ. മലക്കുകൾ ദിവസേന പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രഭാതത്തിലും അള്ളാന്റെ മലക്കുകൾ പറയുന്നുണ്ട്, അല്ലാഹുമ്മ അഅ്തി മുൻഫിഖൻ ഖലഫാ, അല്ലാഹുമ്മ അഅ്തി മുംസികൻ തലഫാ. ഒരു മലക്ക് പറയുന്നത്, അല്ലാ കൊടുക്കുന്നവർക്ക് നീ കൂടുതൽ കൂടുതൽ കൊടുക്കല്ലാ, കൊടുക്കുന്നവർക്ക് നീ കൂടുതലായി എന്ന് കൊടുക്ക് റബ്ബേ. അതേ അവസരത്തിൽ പല ന്യായങ്ങളും പറഞ്ഞിട്ട് ഒരു ചില്ലിക്കാശ് പോലും ധർമ്മം ചെയ്യാതെ സദഖ ചെയ്യാതെ പിടിച്ചു വെക്കുന്നവന്റെ സ്വത്ത് നശിപ്പിക്കണേ അല്ലോ. ഞാനല്ല ദുആ ചെയ്യുന്നത്, നിങ്ങളല്ല. അള്ളാന്റെ മലക്കുകൾ ദിനേന ഓരോ പ്രഭാതത്തിലും അത് വിളിച്ചു പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് അല്ലാഹ് പറയുന്നത്, അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വൽദറായി, സന്തോഷഘട്ടത്തിലും സന്താപഘട്ടത്തിലും ആവശ്യമറിഞ്ഞുകൊണ്ട് ചെലവഴിക്കുന്നവരാരോ അവർക്കാണ് സ്വർഗത്തിലേക്ക് കുതിക്കാൻ കഴിയുന്നത്, അവർക്കാണ് പാപമോചനം കിട്ടുന്നത്. ഇനി പറയുന്നത്, വമാ സാദല്ലാഹു റജുലൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സാ. അള്ളാന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യനെയും അള്ളാഹു അന്തസ്സല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. വിട്ടുവീഴ്ച കൊണ്ട് അന്തസ്സല്ലാതെ കൂടൂല. ഞാൻ ഒരാളോട് കുറഞ്ഞു കൊടുത്തത് കൊണ്ട്, ഒരാൾക്ക് പൊട്ടുപുറത്ത് മാപ്പാക്കിയത് കൊണ്ട്, ഒരാളോട് വിട്ടുവീഴ്ച ചെയ്തത് കൊണ്ട് അള്ളാഹു അന്തസ്സല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. വമാ തവാദഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹു അല്ലാഹു അസ്സ വജൽ. ഒരാളും തന്നെ പടച്ച റബ്ബിന് വേണ്ടി ആരെങ്കിലും ഏതെങ്കിലും നിലക്ക് വിട്ടുവീഴ്ച ചെയ്താൽ അള്ളാഹു അവന്റെ സ്ഥാനം ഉയർത്താതിരിക്കുകയില്ല. അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാ? അള്ളാഹ്ക്ക് വേണ്ടി താഴ്ന്നു കൊടുത്താല് അള്ളാന്റെ അടുക്കൽ നമ്മളെ സ്ഥാനം ഉയരുകയാണ് ചെയ്യുന്നത്. പക്ഷെ സമ്മതിക്കൂല, ശൈത്താൻ സമ്മതിക്കൂല. ഒരാളോട് വിട്ടുവീഴ്ച ചെയ്യാൻ മനസ്സ് വരൂല. എത്രയോ ആളുകളാ തമ്മിൽ തെറ്റി നടക്കുകയാണ്. ബാപ്പയോട് പിണങ്ങിക്കഴിയുന്നവരുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? ഉമ്മയെ വിളിക്കാതെ ഫോൺ ചെയ്യാത്ത ആളുകളുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? ബാപ്പയോട് തെറ്റി നടക്കുന്നവരുണ്ടോ? ഉമ്മയോട് തെറ്റി നിൽക്കുന്നവരുണ്ടോ? ഭർത്താക്കന്മാരോട് തെറ്റി നിൽക്കുന്ന ഭാര്യമാരുണ്ടാകും. ഭാര്യമാരോട് പിണങ്ങി നിന്നുകൊണ്ട് ഈ റമദാനിൽ പോലും ഒരു ഫോൺ പോലും ഇനി ഞാൻ അവൾക്ക് ചെയ്യൂല എന്നും പറഞ്ഞ് പെണ്ണിനോട് ദേഷ്യം പിടിച്ചു നിൽക്കുന്നവരുണ്ടോ? സഹോദരന്മാരോട് ജ്യേഷ്ഠാനുജന്മാരോട് പിണങ്ങി നിൽക്കുന്നവരുണ്ടോ? അയൽക്കാരോട് പിണങ്ങി നിൽക്കുന്നവരുണ്ടോ? ബന്ധുക്കളോട് പിണങ്ങി നിൽക്കുന്നവരുണ്ടോ? കൂട്ടുകാരോട് പിണങ്ങി നിൽക്കുന്നവരുണ്ടോ? ആലോചിച്ചോളണം ശരിക്ക്. അല്ലാഹു തആല പറയുന്നത് എന്താണെന്നോ, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ ഫഇന്നല്ലാഹ കാന അഫുവൻ ഖദീറാ, അല്ലാഹ് ഏറെ വിട്ടുവീഴ്ച ചെയ്യുന്നവനും അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അല്ലാഹ് നമുക്ക് പുറത്തു തരണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളും പുറത്തോളണം. അത് നിങ്ങൾക്ക് അങ്ങനെ പറയാ, നിങ്ങൾക്കറിയില്ല അയാൾ എന്നോട് ചെയ്ത ദ്രോഹം, നമ്മൾ അങ്ങനെ പറയാം. അതൊക്കെ അങ്ങനെ തന്നെ. ഭാര്യക്ക് വിളിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഭാര്യക്ക് ഞാൻ ഫോൺ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞ മറുപടി മൗലവി നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. അത് നിങ്ങൾ കേട്ടണോ? അത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വർത്താനം പറയില്ല. എന്ത് തന്നെ പറയട്ടെ സഹോദര, ഭാര്യ എന്തോ പറയട്ടെ, ഭർത്താവ് എന്തോ ദേഷ്യം പിടിക്കട്ടെ, ബാപ്പ എന്തോ പറയട്ടെ, ആ തള്ളനോട് പറഞ്ഞ വാക്ക് മൗലവി നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലപ്പുറം തള്ളയോട് പെരുമാറുമെന്ന് പറയുന്നവരില്ലേ? വേണ്ട, നീ എത്ര തന്നെ എന്ത് തന്നെ ആയാലും ഖുർആൻ പഠിച്ചോ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിച്ചോ. ഒരു ഇക്കാക്കമാരും ഒരു അനുജനോടും ഇതിലപ്പുറം ഇനി ഒരു ക്രൂരത ചെയ്യാൻ ബാക്കിയില്ല. ഒരു ജ്യേഷ്ഠന്മാരും ഇനി ഒരു അനുജന്മാരോടും ഇങ്ങനൊരു ദ്രോഹം ചെയ്യാൻ ബാക്കിയില്ലാത്ത ദ്രോഹം ചെയ്തു യൂസുഫ് നബിനോട്. ഞാൻ വിശദീകരിക്കേണ്ടതില്ല, നമ്മളതൊക്കെ നമ്മുടെ പള്ളിയിലെ ക്ലാസ്സിൽ വളരെ വിശദമായി പറഞ്ഞതാണ്. എന്റെ സഹോദരന്മാര് അവസരം കിട്ടുമ്പോൾ സൂറത്ത് യൂസുഫിലെ ഗുണപാഠങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളക്കണക്കിന് ക്ലാസ്സുകളിലൂടെ നമ്മൾ വിശദീകരിച്ചിട്ടുള്ള CD ഉണ്ട്, നിങ്ങളതൊക്കെ കേൾക്കണം. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞെടുത്ത് അതേ ആ സഹോദരന്മാര്, ആ ജ്യേഷ്ഠന്മാര് ഈ അനുജനെ കൊണ്ടുപോയി കിണറ്റിലിട്ടില്ലേ, ദ്രോഹം ചെയ്തില്ലേ? അങ്ങനെ ഏറ്റവും വലിയ ദ്രോഹങ്ങൾ ഒരുപാട്
ഒരുപാട് ചെയ്തു. അള്ളയതാ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തുന്നു. കാരണം ഒരാളെ നശിപ്പിക്കാൻ ആര് തന്നെ വിചാരിച്ചാലും എന്ത് തന്നെ കുതന്ത്രങ്ങൾ ചെയ്താലും പടച്ച റബ്ബല്ലേ വിജയം നൽകേണ്ടത് അവനാണ്. അയാള് പരാജയപ്പെട്ടു, അയാള് നശിച്ചു എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പലരെ കുറിച്ചും വിചാരിക്കുമ്പോ അന്തസ് അല്ല ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് കാണാറില്ലേ? അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദികൽ ഖൈർ. അല്ലാഹുവേ, അധികാരം കൊടുക്കുന്നവനും നീയാണ്, അധികാരം ഇല്ലാതാക്കുന്നത് നീയാണ്, അന്തസ്സ് കൊടുക്കുന്നവൻ നീയാണ്, അപമാനിക്കുന്നതും നീയാണ്. നീയല്ലേ, എല്ലാം നിന്റെ കയ്യിലല്ലേ എല്ലാ കൺട്രോളും കിടക്കുന്നത്. ഇത് ഉറച്ച് വിശ്വസിച്ചു കഴിഞ്ഞാൽ എവിടെയും നമ്മുടെ അന്തസ്സ് അല്ലാഹു ഉയർത്തുന്നു. ആർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താലും ആരോട് മാപ്പാക്കിയാലും ഒരു കുറവും വരാനില്ല. അല്ലാഹു അതിലൂടെ നമ്മുടെ അന്തസ്സാണ് വർദ്ധിപ്പിക്കുന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കഷ്ടപ്പെടുത്തിയ സഹോദരന്മാര് കൊല്ലങ്ങൾക്ക് ശേഷം അതാ യൂസുഫ് അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നു. യൂസുഫ് നബിയാന്ന് അറിഞ്ഞിട്ടല്ല. സഹോദരന്മാര് ഭക്ഷണം വാങ്ങാൻ വേണ്ടി ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിട്ടുണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാം. ഒട്ടക്കണക്കിലേക്ക് തള്ളിയിട്ടപ്പോ ഇക്കാക്കമാര് വിചാരിച്ചത് ഇവനെ കൊണ്ട് ശർറ് തീർന്നു എന്നാണ്. പക്ഷേ കൊല്ലങ്ങൾ കഴിഞ്ഞു നോക്കുമ്പോ അള്ളാഹ് അന്തസ്സേ അവിടെ അളന്നു കൊടുക്കുന്ന അളവ് മാത്രം ബിന്യാമീനിന്റെ ആ ചാക്കിൽ അറിയാതെ കെട്ടിവെച്ചു. എന്നിട്ട് തിരിച്ചു പോകുമ്പോ ആളുകൾ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ മോഷണം നടത്തിയിട്ടുണ്ട് എന്ന് പരിചാരകന്മാരെ വിളിച്ചു പറഞ്ഞു. അവസാനം പറഞ്ഞു, ഞങ്ങളൊന്നും മോഷണം നടത്തിയിട്ടില്ല, ഒന്നുമില്ല ഞങ്ങളുടെ കൈകളിൽ, വരണം എന്ന് പറഞ്ഞു. എല്ലാരെയും ചാക്ക് പരിശോധിച്ചു, പലരും പരിശോധിച്ചു, ഒന്നുമില്ല. അവസാനം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് കൂടെ നിർത്തൽ ആവശ്യമായ ബിന്യാമീനിന്റെ ചാക്കിലാണ് വെച്ചിട്ടുള്ളത്. പരിചാരകന്മാർ അത് തുറന്നെടുത്തു. ഞാനത് പറയുന്നത് എന്തിനു വേണ്ടി അറിയോ? ആ സാധനം അങ്ങോട്ട് എടുത്തേക്ക്, ആ സാധനം എടുത്തതാ, കണ്ടില്ലേ, ഇതാ മോഷണ വസ്തു ഇതാ എന്ന് പറഞ്ഞു കാണിച്ചപ്പോ സഹോദരന്മാരൊരു വാക്ക് പറഞ്ഞു. അതാണ് എന്റെ വിഷയം. ആ സമയത്ത് സഹോദരന്മാര് അവര് പറഞ്ഞ വാക്ക് കേൾക്കണോ? ഇത്രയൊക്കെ ക്രൂരത കാണിച്ച യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് മനസ്സില്ലെന്ന് പക പോയിട്ടില്ല. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് ഇപ്പോഴും അദ്ദേഹത്തെ കുത്തിപ്പറയാനാണ് ഈ കാക്കമാരുടെ മനസ്സിലെ ആഗ്രഹമെന്ന് മനസ്സിലാക്കി തരുന്ന സംഭവമാ പറയാൻ പോകുന്നത്. അതേ മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മുഖത്ത് നോക്കിയിട്ട് യൂസുഫാണെന്നറിയാതെ ഈ കാക്കമാര് പറയാണ്, ഖാലൂ ഇൻ യസ്രിഖ് ഫഖദ് സറഖ അഖുൽ ലഹു മിൻ ഖബ്ൽ. ഈ കുട്ടി മോഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവനെപ്പറ്റി എന്ത് പറയാനാ? ഇവനൊരു ബ്രദർ ഉണ്ടായിരുന്നു, അയാളും കള്ളം നടത്തുന്ന ആളായിരുന്നു. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ആരെപ്പറ്റിയായി പറയുന്നത്? ആരോടായി പറയുന്നത്? യൂസുഫ് നബിനോടാ പറയണത്. ഈ ബിന്യാമീന്റെ അടുത്ത് മോഷണം നടത്തി എന്ന് പറഞ്ഞ പറയണത് ഇവൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവന്റെ പാരമ്പര്യം അത്ര സുഖമൊന്നുമല്ല. ഇവനൊരു കാക്കുണ്ടായിരുന്നു, അയാൾക്കും ഇതന്നെയായിരുന്നു പണി. ആലോചിച്ച് നോക്കണം, ആരാ ഇത് കേൾക്കുന്ന? ആരോടാ പറയാം? അതുപോലും കേട്ടു യൂസുഫ് അലൈഹിസ്സലാം. അതുപോലും യൂസുഫ് നബി സഹിച്ചില്ലേ? ഇത്രകാലം തന്നെ ഇതാ ദ്രോഹിച്ചിട്ടും മതിയായിട്ടില്ല. ബാപ്പന്റെ കയ്യിൽ നിന്ന് നുണ പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടിട്ടും എന്റെ ഇക്കാക്കമാരെ രോഷമടങ്ങിയിട്ടില്ല. പടച്ചറബ്ബിനക്ക് അന്തസ്സ് തന്നിട്ട് ഞാനിപ്പോഴിവിടെ ഭരണം നടത്തിയിട്ട് ഇപ്പോഴും ഇതാ മനസ്സിൽ എന്റെ ഇക്കാക്കമാർക്ക് വെറുപ്പ് തീർന്നിട്ടില്ലല്ലോ. ഞാൻ ചെയ്യാത്ത കുറ്റമല്ലേ എന്റെ പേരിൽ വെച്ച് കെട്ടുന്നത്? ഇവനും മുമ്പേ മോഷണം നടത്തുന്നയാളാണെന്നും പറഞ്ഞു. എന്റെ വിഷയം അവിടെയും തീരുന്നില്ല സഹോദരാ. ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും മനസ്സിലാക്കിയിട്ട് അവസാനമത് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് രണ്ടാമത്തെ വരവ് വരുമ്പോ യൂസുഫ് നബി അവരോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഹൽ അലിംതും മാ ഫഅൽതും ബിയൂസുഫ വഅഖീഹി ഇദ് അൻതും ജാഹിലൂൻ. നിങ്ങൾ വിവരമില്ലാത്തവരായിരിക്കെ നിങ്ങൾ യൂസുഫിനോടും സഹോദരനോടും ചെയ്തത് നിങ്ങൾക്കറിയാമോ?
യൂസുഫ് നബിയാണ് ചോദിക്കുന്നത്. ആ നേരത്ത് വന്ന സഹോദരങ്ങൾ ചോദിക്കുന്നു, അഇന്നക ലഅൻത യൂസുഫ്, നിങ്ങൾ യൂസുഫ് തന്നെയാണോ? അപ്പോഴാണ് ഇക്കാക്കമാർക്ക് ഇത് ഞങ്ങളുടെ അനുജനാണെന്ന് മനസ്സിലാകുന്നത്. നിങ്ങൾ യൂസുഫാണോ? ആ നേരത്ത് യൂസുഫ് അലൈഹിസ്സലാം പറയുന്നു, ഖാല അന യൂസുഫ് വഹാദാ അഖീ, ഞാൻ യൂസുഫാണ്, ഇതെന്റെ സഹോദരൻ ബിന്യാമീനാണ്. ഖദ് മന്നല്ലാഹു അലൈനാ, അല്ലാഹ് ഞങ്ങൾക്ക് അനുഗ്രഹം ചെയ്തു തന്നിട്ടുണ്ട്. എന്നിട്ടൊരു തത്വം അവിടെ വെച്ച് ഈ കാക്കമാർക്ക് യൂസുഫ് നബി പഠിപ്പിക്കുകയാണ്. ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. അല്ലാഹനെ പേടിച്ച് ആര് ജീവിക്കുന്നുവോ, പ്രതിസന്ധി ഘട്ടത്തിലും തളരാതെ പതറാതെ ആര് ക്ഷമയോടെ മുന്നോട്ട് പോകുന്നുവോ, ഫഇന്നല്ലാഹ ലാ യുദീഉ, നിശ്ചയം അല്ലാഹ് പാഴാക്കി കളയൂല, അജ്റൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരുടെ പ്രതിഫലം അല്ലാഹ് ഒരിക്കലും പാഴാക്കൂല എന്നും പറഞ്ഞ് യൂസുഫ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അവര് പറഞ്ഞു, തെറ്റു പറ്റിപ്പോയി, മാപ്പാക്കണം എന്ന് പറയുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം എന്താ പറയേണ്ടത് നമ്മുടെ ഭാഷയിൽ? എടോ, നിങ്ങൾക്ക് മാപ്പ് വേണമല്ലേ? എന്നെ ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതൊക്കെ ഞാൻ പൊറുത്തു. എന്നിട്ട് പോലും നിങ്ങൾ കഴിഞ്ഞ വരവിന് എന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ അറിയാതെ എന്നെ ആക്ഷേപിച്ചില്ലേ? ഇയാള് മോഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവന്റെ ഇക്കാക്കാക്കും ആ തൊഴിലായിരുന്നു എന്ന് പോലും നിങ്ങൾ പറഞ്ഞില്ലേ? ഇതിലപ്പുറം ഇനി എന്ത് ദ്രോഹമാണ് ഇക്കാക്കമാരെ നിങ്ങൾ എന്നോട് ചെയ്യാറുള്ളത്? അതുകൊണ്ട് പൊറുക്കൂല എന്നാണോ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞത്? ഒരു ഇക്കാക്കമാർക്കും ഇനി ഒരു അനുജനോട് ഇങ്ങനത്തെ ഒരു ക്രൂരത ചെയ്യാനില്ല. ആ നേരത്ത് പോലും മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അവരോട് പറയുന്നു, ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. യൂസുഫ് നബി അലൈഹിസ്സലാം സഹോദരങ്ങളോട് പറയാണ്, ലാ തസ്രീബ അലൈക്കുമുൽ യൗമ, ഇന്നത്തെ ദിവസം നിങ്ങളോട് ഒരു നടപടിക്കും ഞാൻ മുതിരുന്നില്ല, ഒരു പ്രതികാര നടപടിയും എനിക്കില്ല, നിങ്ങളോട് എനിക്കൊരു വെറുപ്പുമില്ല. മറിച്ച് യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹ് നിങ്ങളോട് പൊറുക്കട്ടെ, ഞാൻ പൊറുത്തിരിക്കുന്നു, ഇനി അല്ലാഹ് നിങ്ങളോട് പൊറുത്തു തരട്ടെ. വഹുവ അർഹമുർ റഹീമീൻ, അവനേറെ കാരുണ്യം ചെയ്യുന്ന, ഏറ്റവും അധികം കരുണ ചെയ്യുന്നവനാകുന്നു. ഒരു ജ്യേഷ്ഠന്മാർക്കും ഇനി ഒരു അനുജനോട് ഇതിലപ്പുറം എന്താ ചെയ്യാനുള്ളത്? നമ്മുടെ ഇക്കാക്കമാർ ഇന്ന് വരെ നമ്മളോട് ഇത് ചെയ്തിട്ടാണോ വിട്ടു നിൽക്കുന്നത്? ഓ ജ്യേഷ്ഠാനുജന്മാരോട് തെറ്റി നിൽക്കുന്നവരെ, നിസ്സാരമായ പ്രശ്നത്തിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാതെ വിട്ടുനിൽക്കുന്ന ആളുകളെ ഒന്ന് പുറത്തു കൊടുത്തുകൂടെ? ഒന്ന് മാപ്പ് നൽകിക്കൂടെ? ഒരു ബാപ്പയോടും ഒരു മക്കളും ചെയ്യാത്ത ക്രൂരതയല്ലേ യാക്കൂബ് നബിയോട് മക്കൾ ചെയ്തത്? യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കാര്യത്തിൽ മക്കൾ ചെയ്തത് ക്രൂരതയല്ലേ? കരഞ്ഞ് കരഞ്ഞ് കണ്ണുകലങ്ങി മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം കാലമെത്ര കഴിച്ചുകൂട്ടി. അവസാനം ഇതാ ഈ മക്കളൊന്നടങ്കം വന്നിട്ട് ബാപ്പയോട് പറഞ്ഞില്ലേ, യാ അബാനസ്തഗ്ഫിർ ലനാ ദുനൂബനാ ഇന്നാ കുന്നാ ഖാതിഈൻ, ഞങ്ങളുടെ ഉപ്പ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി അല്ലാഹുവോട് ഞങ്ങൾക്ക് വേണ്ടി ഉപ്പയൊന്ന് തേടണേ, ഞങ്ങൾ പാപികളാണ് ഉപ്പ, ഞങ്ങൾക്ക് പൊറുക്കാൻ വേണ്ടി റബ്ബിനോടൊന്ന് തേടണേ. പാപ്പ എന്താ പറഞ്ഞത്? മക്കളെ, നിങ്ങൾ എന്നെ ദ്രോഹിച്ചവരാണ്, ഞാൻ മറക്കൂല, എന്റെ പടി ചവിട്ടിപ്പോകരുത്, ഇങ്ങോട്ടിനി സംസാരിച്ചു പോകരുത്, പോടാ ഇറങ്ങിപ്പോ എന്നാണോ പറഞ്ഞത്? അല്ല, യാക്കൂബ് അലൈഹിസ്സലാം പറയുന്നു, സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബീ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവോട് പൊറുക്കലിനെ ചോദിക്കും, എന്റെ റബ്ബിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കും, അവനേറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. കണ്ടോ, ബാപ്പ മക്കളോട് വിട്ടുവീഴ്ച ചെയ്യുകയാണ്. അതേ സഹോദരന്മാർക്ക് വിട്ടുവീഴ്ച ചെയ്യുകയാണ്. ഇനിയും നോക്കൂ, ഇതിലപ്പുറമുള്ള ഒരു സംഭവം നോക്കൂ. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. മഹാനവറുകളുടെ ജീവിതത്തിൽ അതാ സഹിക്കാൻ വയ്യാത്ത തെറ്റാണ് മഹാനവറുകളെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചും പറഞ്ഞു വരുത്തിയത്. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ, ആ ആയിഷ റളിയല്ലാഹു അൻഹയും സഫ്വാൻ റളിയല്ലാഹു അൻഹുവും തമ്മിൽ അതേ അവിഹിതമായ ബന്ധം പുലർത്തിയിരിക്കുന്നു എന്ന്
പലരും കുടുങ്ങിപ്പോയി. അങ്ങനെയല്ലേ പലരെ കുറിച്ചും ആരോപണങ്ങൾ പറയുമ്പോ ശുദ്ധമനസ്കരായ പലരും ചിലപ്പോ പെട്ടുപോകാറുണ്ട്. അതേ, ശുദ്ധമനസ്കരായ ആളുകളും ചിലപ്പോ ചില കുതന്ത്രക്കാരുടെ കുതന്ത്രങ്ങൾ കേട്ട് വിശ്വസിക്കാറുണ്ട്, ചതിയന്മാരുടെ ചതിയിൽ പെട്ടുപോകാറുണ്ട്. അതേ, ദുർബോധനം നടത്തുന്നവരുടെ ദുർബോധനത്തിൽ പെട്ടുപോകാറുണ്ട്. അങ്ങനെ മഹതിയായ ഉമ്മയുടെ കുറിച്ചുള്ള ഈ ആരോപണത്തെ കുറിച്ച് ശുദ്ധമനസ്കരായ ചിലരും അതിൽ പെട്ടുപോയി. അങ്ങനെ പെട്ട ആളുകളുടെ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എപ്പോഴും ധാരാളമായി ചെലവിന് കൊടുത്തിരുന്ന ഒരു കുടുംബക്കാരനുണ്ടായിരുന്നു, മിസ്തഹ് റളിയല്ലാഹു അൻഹു. മിസ്തഹ് ഇബ്നു അസാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് എപ്പോഴും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വാരിക്കോരി കൊടുക്കാറുണ്ട്. എപ്പോഴും അയാൾ പെട്ടു. അയാള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിങ്കിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ സ്വതക്ക സ്വീകരിക്കുന്നയാളാണ്. ധാരാളം സഹായം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വാരിക്കോരി കൊടുക്കാറുള്ള കുടുംബക്കാരനാണ്. ആ കുടുംബക്കാരനാണ് ഈ ഫിത്തിനക്കാരുടെ കുതന്ത്രത്തിൽ പെട്ടുകൊണ്ട് ശുദ്ധമനസ്കനായ മിസ്തഹ് റളിയല്ലാഹു അൻഹുവും കൂടി പറഞ്ഞുപോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിലുള്ള അപരാധം, സ്വന്തം മകളെ കുറിച്ച് വ്യഭിചാരാരോപണം പറയുന്നത് ഒരു ബാപ്പക്ക് സഹിക്കുമോ? ഭാര്യയെ കുറിച്ച് അപരാധം പറയുന്നത് ഒരു ഭർത്താവ് സഹിക്കുമോ? അത് സഹിക്കാൻ ഈമാനുള്ള മനുഷ്യന് സാധിക്കുമോ? ആ ഇല്ലാത്ത ഒരു നിലക്കും കാമ്പില്ലാത്ത ആരോപണം, അതേ, ഒരാൾ ശിർക്ക് ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ ഗൗരവമല്ലേ? ശിർക്കില്ലാത്ത ഒരു മനുഷ്യൻ, ഇവൻ ഇന്നയാളോട് പ്രാർത്ഥിക്കുന്നവനാണ്, ഇവൻ മുശ്രിക്കാണ്, കാഫിറാണെന്ന് അതുമായിട്ടൊരു ബന്ധവുമില്ലാത്തവനെ കുറിച്ച് പറഞ്ഞു വരുത്തി ആരോപണം നടത്തുന്നവരും ശ്രദ്ധിക്കണം. എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോപണത്തിൽ പെട്ടുപോകല്ല. ആരോപണങ്ങളുടെ നിജസ്ഥിതി അറിയുമ്പോഴാകും കൈ കടിക്കുന്നത്, വിരൽ കടിക്കുന്നത്. അതേ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മകളെ കുറിച്ച്, നബി തങ്ങളുടെ ഭാര്യയെ കുറിച്ച്, നമ്മുടെ ഉമ്മയെ കുറിച്ച് ആരോപണത്തിന്റെ നിജസ്ഥിതിയതാ പടച്ച റബ്ബ് പുറത്തേക്ക് കൊണ്ടുവരുന്നു. ശുദ്ധയാണ് ആയിഷ റളിയല്ലാഹു അൻഹ, തെറ്റ് ചെയ്തിട്ടില്ല. സഫ്വാൻ റളിയല്ലാഹു അൻഹു തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അപ്പോഴേക്ക് മുനാഫിക് രാജ്യത്തൊട്ടാകെ ഇത് അടിച്ചു പരത്തിയിട്ടുണ്ട്. ഒരുപാട് കാതുകളിലേക്ക് ഇത് എത്തിച്ചിട്ടുണ്ട്. ഒരുപാട് ശുദ്ധ മനസ്കര് പോലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ തെറ്റിദ്ധരിച്ചവരുടെ കൂട്ടത്തിൽ മിസ്തഹ് റളിയല്ലാഹു അൻഹു പെട്ടുപോയി. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വിവരമറിഞ്ഞപ്പോൾ ശപഥം ചെയ്തുകൊണ്ട് പറഞ്ഞുപോയി, ഇനി ഒരിക്കലും മിസ്തഹിന് ഞാൻ ഒരൽപ്പം പോലും കൊടുക്കൂല. ഒരു നയാ പൈസയുടെ സഹായം ഇനി മിസ്തഹിന് ഞാൻ കൊടുക്കുന്നതല്ല, ഞാൻ പൊറുക്കൂല. എന്റെ മോളെ കുറിച്ചില്ലാത്ത അപരാധം പറഞ്ഞ മിസ്തഹിനോട് ഇനി എനിക്ക് ബന്ധമില്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞപ്പോൾ അല്ലാഹ് ആയത്തിറക്കി കൊടുത്തുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തിരുത്തുകയാണ്. വലാ യഖ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി അയ്യുതൂലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് വൽ യഅഫൂ വൽ യസ്ഫഹൂ അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നിങ്ങളിലെ ശ്രേഷ്ഠന്മാരായ ആളുകൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, നിങ്ങളിലെ ശ്രേഷ്ഠന്മാരായ ആളുകൾ, നിങ്ങളിൽ സത്യം ചെയ്ത് പറയല്ല, വൽയഅഫൂ വൽയസ്ഫഹൂ, വിട്ടുവീഴ്ച ചെയ്യണേ, മാപ്പാക്കണേ. അലാ, എന്നിട്ട് അല്ലാഹുവിന്റെ ഒരു ചോദ്യം, അലാ തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ, അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹ് നിങ്ങളോട് പൊറുക്കണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? എങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും പുറത്തു കൊടുത്തേ പറ്റൂ എന്നാണ് അതിന്റെ ധ്വനി. ഈ ആയത്തങ്ങ് കേട്ടപ്പോ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നമ്മെ പോലെയല്ലല്ലോ. ആയത്ത് കേൾക്കുമ്പോ, ഹദീസ് കേൾക്കുമ്പോ വല്ലാതെ അതിൽ പറഞ്ഞ നിയമങ്ങളെ സ്വീകരിക്കാനുള്ള വിനയത്തിന്റെ മനസ്സുള്ള നേതാക്കളല്ലേ മുൻഗാമികൾ. അവരുടെ കൂട്ടത്തിൽ അല്ലാഹ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേ, ഈ ആയത്തങ്ങ് കേട്ട മാത്രയിൽ തന്റെ കാര്യത്തിൽ ഈ ആയത്തിറങ്ങി എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു കേട്ടപ്പോൾ ഒരൊറ്റ ചോദ്യമേ അല്ലാഹ് ചോദിച്ചുള്ളൂ, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, പൊറുക്കൂല എന്നെങ്ങനെയാ അബൂബക്കറെ നീ പറയുക? മാപ്പാക്കില്ലെന്ന് എങ്ങനെ നീ പറയും? ഞാൻ നിന്നോട് പൊറുക്കണമെന്ന് നിനക്കിഷ്ടമില്ലേ? നിന്നോട് ഞാൻ പൊറുക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? എങ്കിൽ പൊറുത്തു കൊടുക്കൂ, വിട്ടുവീഴ്ച കാണിക്കൂ. അല്ലാഹു ഗഫൂറുർ റഹീം, അവരേറെ പൊറുക്കുന്നവനാണെന്ന ആയത്ത് കേട്ടപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു
ഒരു നിമിഷം പോലും ചിന്തിക്കുന്നില്ല. മഹാനവറുകൾ എഴുന്നേറ്റുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് പറയാണ്. അതേ ഈ ആയത്തങ്ങ് കേട്ടപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചാടി എണീറ്റുകൊണ്ട് റബ്ബിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ബലാ വല്ലാഹി യാ റബ്ബനാ, അതേ അല്ലാഹനെ തന്നെയാണ് സത്യം എന്റെ റബ്ബേ, ഞങ്ങളുടെ റബ്ബേ, ഇന്നാ നുഹിബ്ബു അൻ തഗ്ഫിറ ലനാ, നീ ഞങ്ങൾക്ക് പുറത്തു തരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് ഓർഡർ കൊടുക്കുകയാണ് കുടുംബക്കാരോട്, മിസ്തഹിന് കൊടുത്തിരുന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ തിരിച്ചു കൊടുക്കൂ, ഏറെ കൊടുക്കൂ, ധാരാളം കൊടുക്കൂ. കൊടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിവെച്ചതാണ്. സ്വന്തം മകളെ കുറിച്ച് വ്യഭിചാരോപണം പറഞ്ഞിട്ട് നാടൊട്ടാകെ അത് പറഞ്ഞു വരത്തിയതിൽ പങ്കാളിയായിട്ട് പോലും അള്ളാന്റെ ഒരൊറ്റ ചോദ്യത്തിന്റെ മുമ്പിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തണുത്തുറഞ്ഞു പോകുന്നു. ഞാൻ പുറത്തു കൊടുത്തു, ഞാൻ വിട്ടുവീഴ്ച ചെയ്തു, അതുകൊണ്ട് തിരിച്ചു കൊടുക്കൂ മിസ്തഹിന്റെ ആനുകൂല്യങ്ങൾ മുഴുവനും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമ്മളെന്താ ചെയ്യാ? അത് നിങ്ങളെ ആയോക്കണം, നിങ്ങളെ മകളായോക്കണം, നിങ്ങളെ ഭാര്യനെ കുറിച്ച് ആയോക്കണം. നിങ്ങൾക്കറിയില്ല, ഒന്നും ഞാൻ പൊറുക്കൂല. ഞാൻ എന്ത് അഹങ്കാരമാ പ്രിയപ്പെട്ടവരെ ഈ വെച്ച് നടക്കുന്നത്. എന്തിനാണ് ഈ വാശി, എന്തിനാണ് ഈ പ്രയാസം? അതേ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ആരോടൊക്കെ പിണങ്ങി നിൽക്കുന്നുണ്ടോ, നന്നായിക്കോ. ആദർശത്തിന്റെ പേരിൽ നമുക്ക് നന്നാകാനാവില്ല, ആദർശം പഴച്ചവനുമായി യോജിക്കാൻ നമുക്കാവില്ല. പക്ഷേ അതൊന്നുമല്ലാതെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇല്ലാത്ത നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ ആദർശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്കില്ലാത്ത വിശ്വാസങ്ങളെ ഒരാളുടെ മേൽ കെട്ടിവെച്ചുകൊണ്ടും ഒരാളെ അപമാനിച്ചിട്ടുണ്ടോ, അതേ മാപ്പ് ചോദിച്ചോ. പൊറുക്കലിനെ ചോദിക്കാനും മനസ്സ് വേണം, അതിനും വല്ലാത്തൊരു വിനയം വേണം. എന്റെ അടുക്കൽ ഞാൻ പറ്റിപ്പോയിട്ടുണ്ട്, ഞാൻ ഇന്നതുമൊക്കെ സംസാരിച്ചിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, മാപ്പാക്കണേ എന്നൊരാളോട് പോയി പറയാനും വേണം ഇത്തിരി വിനയം. അത് കേൾക്കുമ്പോ കേൾക്കുന്നവന് ഗർവവും കൂടാൻ പാടില്ല. പുറത്തു കൊടുത്തോളണം, അള്ള പുറത്തു തരട്ടെ എന്ന് പറയുകയും ചെയ്യേണ്ടതുണ്ട്. ഈ നിലക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ മനസ്സില്ലെങ്കിൽ പടച്ച റബ്ബിനോട് നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ലാ, നീ ഏറെ വിട്ടുവീഴ്ച ചെയ്യുന്നു, നിനക്കത് വലിയ ഇഷ്ടമാണ്, നീ എന്നോട് വിട്ടുവീഴ്ച ചെയ്യണം. ഞാനൊരാളോടും വിട്ടുവീഴ്ച ചെയ്യൂല. ഈ ഒരവസ്ഥയോടെ പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമില്ല. ഇത് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് എല്ലാവരും സ്വന്തം മനസ്സിനോട് ചോദിക്കുക, ഞാൻ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടോ? എന്റെ ബാപ്പയോട് ഞാൻ പിണങ്ങുന്നുണ്ടോ? ഉമ്മയോട് പിണങ്ങിയിട്ടുണ്ടോ? ആങ്ങളയോട് പിണങ്ങിയിട്ടുണ്ടോ? പെങ്ങളോട് പിണങ്ങിയിട്ടുണ്ടോ? അയൽക്കാരോട് മിണ്ടൂലേ? ബന്ധുക്കളോട് മിണ്ടൂലേ? ഫോൺ ചെയ്തിട്ട് കാലം കുറയായോ? ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടോ? വ്യക്തിപരമായ എന്തെങ്കിലും കാര്യത്തിന്, ഏതെങ്കിലും നിലക്ക് നിസ്സാര കാര്യത്തിന്? ഇവിടെ എന്തൊക്കെ സംഭവങ്ങൾ ഖുർആൻ നിങ്ങൾ കേട്ടു, അതിലപ്പുറമുള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ. എന്നിട്ട് പോലും പുറത്തു കൊടുത്തില്ലേ? എന്നിട്ട് പോലും വിട്ടുവീഴ്ച ചെയ്തില്ലേ? രാജാതിരാജനായ റബ്ബിന്റെ കോടതിയിൽ നമ്മൾ എന്തൊക്കെ പാപങ്ങൾ ചെയ്തവരാണ്. അത് അള്ള നമുക്ക് പുറത്തു തരണമെങ്കിൽ നമ്മൾ നമ്മുടെ സഹജീവികൾക്ക് പുറത്തു കൊടുത്തോളണം. ഞാനൊരിക്കലും പൊറുക്കൂലെന്ന വാശി വേണ്ട. അങ്ങനെ വാശിയുള്ളവരോട് അള്ളയും കരുണ കാണിക്കുന്നതല്ല. ഹനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പരിഹസിച്ച എത്രയോ ആളുകളില്ലേ? സ്വന്തം നാട്ടിൽ നിന്ന് എറിഞ്ഞോടിച്ച ആളുകളല്ലേ? ആ നാട് വിട്ടു പോകാൻ നബിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ലല്ലോ. ഹിജറ പോകുന്ന നേരത്തും മക്കയുടെ ബോർഡറിൽ നിന്നുകൊണ്ട് മക്കയിലേക്ക് തിരിഞ്ഞുകൊണ്ട് കണ്ണുനീര് വാർത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ട്, ഓ പവിത്രമായ മക്കാ രാജ്യമേ, നിന്നെ വിട്ട് പോകാൻ എനിക്കിഷ്ടമില്ല. ഈ മണ്ണിൽ നിന്ന് ഇവിടുത്തെ മക്കൾ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ മറ്റൊരു നാട്ടിലേക്ക് പോവില്ലായിരുന്നെന്ന് വിലപിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നപ്പോൾ മക്കം ജയിച്ചടക്കിയിട്ട് അധികാരം റസൂലുള്ളാഹിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയപ്പോൾ തന്നെ ദ്രോഹിച്ചവരുണ്ട്, കൊല്ലാൻ നോക്കിയവരുണ്ട്, ചീത്ത വിളിച്ചവരുണ്ട്, പരിഹസിച്ചവരുണ്ട്, പാട്ടുകാരനാണ് മുഹമ്മദേ, നീ കേവലം ഒരു ഷായിറാണെന്ന് പറഞ്ഞവരുണ്ട്, മജ്നൂൻ തലക്ക് സുഖമില്ലാത്തവനാണെന്ന് പറഞ്ഞവരുണ്ട്.
അതുപോലെ തന്നെ വെറും സാഹിറാണ്, മജീഷ്യനാണ് നീ, ആളുകളെ അതേ പഴപ്പിക്കുന്നവനാണ്, കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ ധാരാളക്കണക്കിന് പറഞ്ഞു പരിഹസിച്ചവരുണ്ട്, കൊല്ലാൻ നോക്കിയവരുണ്ട്, നശിപ്പിക്കാൻ നോക്കിയവരുണ്ട്, തകർക്കാൻ നോക്കിയവരുണ്ട്, കുതന്ത്രങ്ങൾ പ്രയോഗിച്ചവരുണ്ട്. എല്ലാവരുടെയും നാട്ടിലേക്ക് വിജയശ്രീലാളിതനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ജയിച്ചടക്കിക്കൊണ്ട് തിരിച്ചു വന്നപ്പോ എല്ലാവരെയും എന്തും ചെയ്യാനുള്ള അധികാരം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കിട്ടിയ നേരത്ത് പോലും അതേ എന്റെ ജനങ്ങളെ, യൂസുഫ് അലൈഹിസ്സലാം തന്റെ സഹോദരങ്ങളോട് പറഞ്ഞതുപോലെ ഞാനും ഇതാ നിങ്ങളോട് പറയുന്നു, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്നത്തെ ദിവസം നിങ്ങളോട് എനിക്ക് പ്രതികാര നടപടിയില്ല. ഇദ്ഹബൂ, പൊയ്ക്കോ, ഫഅൻതുമുത് തുലഖാ, നിങ്ങളൊക്കെ മോചിതരാണ്, പൊയ്ക്കോ. സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും മാപ്പ് കൊടുക്കുക, എല്ലാവർക്കും മാപ്പ് കൊടുക്കുക. നിസ്സാര കാര്യത്തിന് ഒരാളോട് പിണങ്ങി നിൽക്കുകയാണ്, സലാം പറയുന്നില്ല, മിണ്ടണില്ല, തെറ്റിദ്ധാരണയാ, ആരോപനെ കുറിച്ച് വേറെ പറഞ്ഞു കൊടുത്തിരിക്കുക, അതും വിശ്വസിച്ച് നടക്കുക. സാധു എന്നെ കുറിച്ച് ആരോ എന്തോ പറഞ്ഞു കൊടുത്തു, പിന്നെ എന്നോട് മിണ്ടാട്ടില്ല, എന്റെ സദസ്സിലില്ല, ഞാനുമായിട്ട് ബന്ധമില്ല, ആരോ എന്തോ പറഞ്ഞു കൊടുത്തു. എന്നാ ഈ സാധുവിന് ചോദിച്ചൂടെ, നിങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു വാദമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞോ? അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോ? തയ്യാറാവൂല. എന്തേ? പിന്നെ മുഖം കനപ്പിച്ചിട്ട് അങ്ങനെ നടക്കുകയാണ്. പിന്നെ അതെ, അങ്ങനെ ഓരോരുത്തരെ കുറിച്ചും പലതും കേട്ടു. ആരോ നാട്ടിൽ നിന്ന് ഫോൺ വിളിച്ചു പറഞ്ഞതാ, വിശ്വസിച്ചു പോയി. നമുക്ക് ചില ഫോൺ വിളിയൊക്കെയാണ് വന്നാ ഭയങ്കര വിശ്വാസം, പിന്നെ നമ്മൾ ആയത്തു ഹദീസൊക്കെ മറക്കുക. വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് അയാൾ നുണ പറയില്ല, അയാൾ അത്രയും നല്ല മനുഷ്യനാണ്, അത് നുണ പറയില്ല. ഏത് മനുഷ്യനെ കുറിച്ച് കേട്ടാലും ഇൻജാക്കും ഫാസിഖും ബിനബയ്യിൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു വലാ മാ ഫഅൽതും നാദിമീൻ. കാള പറ്റൂ എന്ന് കേൾക്കുമ്പോഴേക്ക് കുട്ടിയെ കെട്ടാൻ കയറും തെരഞ്ഞിട്ട് കടയിലേക്ക് കയറ് വാങ്ങാൻ പോകണ്ട. ആദ്യമൊന്ന് ചിന്തിക്ക് സഹോദരാ, കാള പെറുമോ? പശുവല്ലേ പ്രസവിക്കാം, മൂരി പ്രസവിക്കൂലല്ലോ. കാള പറ്റൂ എന്ന് കേട്ടിട്ട് കയറൊടുക്കാൻ ഓടണ്ട, കാള പെറില്ലല്ലോ. അതെങ്കിലും ചിന്തിച്ചുകൂടെ? ഇങ്ങനെയാണ് പലതിന്റെയും കാര്യങ്ങൾ. അതേ, തെറ്റിദ്ധരിച്ചു മാറി നിൽക്കണ്ട, ആരുമായും അകന്നു നിൽക്കണ്ട. വ്യക്തിപരമായ കാര്യങ്ങൾക്ക്, നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി അതേ വിട്ടുവീഴ്ചയില്ലാതെ ഇങ്ങനെ ഗർവും ഗമയും അഹങ്കാരവും കൊണ്ട് നടന്നിട്ട് പടച്ചവനോട് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന സമയത്തും നമ്മളിതാ മനസ്സാക്ഷി കുത്തില്ലാതെ ചോദിക്കുന്നു, അല്ലാ നിനക്ക് വിട്ടുവീഴ്ച ഇഷ്ടമാണ്, എന്നോട് വിട്ടുവീഴ്ച ചെയ്യണേ. അല്ല ചോദിക്കുന്നത്, അല്ല നിങ്ങളോട് പൊറുക്കണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? അല്ല നിങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യണം, ആളുകൾക്ക് മാപ്പാക്കി കൊടുക്കണം എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതുകൊണ്ട് ജനങ്ങളെ, ഖുർആൻ പറയുന്നത് ജനങ്ങളോട് ഏറെ വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ്, അവർക്കാണ് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വലിയ രൂപത്തിലുള്ള പ്രതിഫലം കരസ്ഥമാകുന്നത്, അവർക്കാണ് സ്വർഗം കിട്ടുന്നത്, അവർക്കാണ് പാപമോചനം കിട്ടുന്നത്. ഇതിനുവേണ്ടി നിരന്തരമായി സുഹൃത്തുക്കളെ നമ്മളൊക്കെ പരിശ്രമിക്കണം, നമ്മൾ തേടണം നിരന്തരമായി. അഫ്വ് എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവമായിരിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ എന്ന് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നു. അല്ലാഹുവേ, വിട്ടുവീഴ്ച ഞാൻ നിന്നോട് ചോദിക്കുന്നു, ആഫിയത്തിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞ് ധാരാളമായിക്കൊണ്ട് അല്ലാഹുവിനോട് ഇങ്ങനെ മാപ്പും വിട്ടുവീഴ്ചയും ചെയ്യാൻ വേണ്ടി തേടുന്ന സമയത്ത് നമുക്ക് ആ ഗുണമില്ലാതാവാൻ പാടില്ല. നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് ഇവിടുന്ന് പറയാനുള്ളതൊക്കെ ഇവിടുന്ന് പറഞ്ഞു തീർക്കണം. നാളേക്ക് ബാക്കി വെക്കരുത്, നാളേക്ക് ബാക്കി വെക്കരുത്. ആരാ ഇവിടുന്ന് പറഞ്ഞു പോയാൻ പിരിഞ്ഞ് ഈ അയാൾ മരിച്ചു പോയല്ലോ, ഇനിയിപ്പോ അത് പരലോകത്ത് നിന്ന് അമലെടുത്ത് കൊടുക്കല്ലേ, അമലെടുത്ത് കൊടുക്കല്ലേ. ഇഷ്ടം പോലെ പറഞ്ഞു നടക്കുകയാണ് കുറ്റങ്ങള്. ആഖിറത്തിൽ വരുമ്പോ ഇങ്ങനെ അമലിങ്ങനെ വാരിക്കോരി കൊടുക്കേണ്ട അവസ്ഥ. എല്ലാം കൊടുത്തു തീർന്നാല് ഈ മനുഷ്യന്റെ പാപങ്ങളുണ്ടെങ്കിൽ അതും കൂടി അയാളുടെ റെക്കോർഡിലേക്ക് വരവെക്കപ്പെടുന്ന ഒരവസ്ഥ. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം സുഹൃത്തുക്കളെ. മനസ്സ് ക്ലിയർ ആക്കണം, നമ്മുടെ വിശ്വാസങ്ങൾ ക്ലിയർ ആക്കണം, കർമ്മങ്ങൾ ശുദ്ധമാക്കണം, സ്വഭാവങ്ങൾ നന്നാക്കണം. എല്ലാ രംഗത്തും നമ്മൾ പരിശുദ്ധി നിലനിർത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി കൂട്ടമായി നമ്മൾ പരിശ്രമിക്കണം, ധാരാളമായി നമ്മൾ പഠിക്കണം സുഹൃത്തുക്കളെ. ഖുർആനുമായി ബന്ധപ്പെടണം. അങ്ങനെ ഖുർആൻ പറഞ്ഞ ഈ സ്വഭാവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകണം. കാളിമീനൽ ഗൈള, ദേഷ്യം വന്നാൽ നല്ല കൺട്രോൾ വേണം, ദേഷ്യം വന്നാൽ നിയന്ത്രിക്കാൻ കഴിയണം. ആ നിലക്ക് ഞാൻ ആവർത്തിച്ച് പറയാണ് സുഹൃത്തുക്കളെ, ഈ പരിപാവനമായ മാസത്തിൽ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ ഉടനെ ബന്ധം പുതുക്കണം, നാടുകളിലേക്ക് വിളിക്കൂ, സന്തോഷിപ്പിക്കൂ. പ്രത്യേകിച്ച് മാതാപിതാക്കളോട് ഏതെങ്കിലും നിലക്ക് അകൽച്ചയുണ്ടോ വിളിച്ചുകൊണ്ട് പറയണം, മാപ്പാക്കാൻ വേണ്ടി പറയണം.
ആദർശത്തിൽ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിന് നിർബന്ധിച്ചാലല്ലാത്ത ഏത് കാര്യത്തിലും മാതാപിതാക്കളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കണം. അവരാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. ഉമ്മയാണ് വലിയ സമ്പത്ത്, ഉപ്പയാണ് സമ്പത്ത്. അതൊക്കെ മരിച്ചു തീരുമ്പോഴാ അതിന്റെ വില അറിയാൻ. ജീവിച്ചിരിക്കുമ്പോ അറിയൂല, നമുക്കാർക്കും മനസ്സിലാവില്ല. ഓരോരുത്തരും ആലോചിച്ച് നോക്ക്. നിങ്ങളെയൊക്കെ വളർത്തി ഉണ്ടാക്കി നിങ്ങളുടെ ഉമ്മമാരും ഉപ്പമാരും ഖബറുകളിലുള്ളവരില്ലേ? അല്ലാഹു അവരുടെ ഖബറുകൾ സന്തോഷത്തിലാക്കി കൊടുക്കുമാറ്. ഇന്നും ജീവിച്ചിരിക്കുന്ന ഉമ്മമാരുണ്ട്. ഉമ്മ എന്ന് വിളിക്കാൻ ഒരു ഉമ്മ, ഉപ്പ എന്ന് വിളിക്കാൻ ഒരു ഉപ്പ. അല്ലാഹു എല്ലാവർക്കും ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയോ ആളുകളിലെ സന്തോഷിപ്പിക്കുന്നവരെ, അവരുടെ സന്തോഷമാണ് വലിയ സന്തോഷം. അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്ത കാര്യങ്ങൾ അവർ പറഞ്ഞാലൊഴികെ വേറെ എന്തിലും നമ്മൾ അവരെ സന്തോഷിപ്പിക്കണം. ഒരു നിലക്കും ഒരാളും തമ്മിൽ പണക്കം വേണ്ട, സന്തോഷിക്കുക. ഏറ്റവും നല്ല മനസ്സിന്റെ ഉടമകളാവുക. അപ്പോഴേ അള്ളങ്ങോട്ട് പൊറുക്കുള്ളൂ. അള്ളങ്ങോട്ട് പൊറുക്കാനുള്ള കണ്ടീഷനാണ്. നിങ്ങൾക്ക് അള്ള പൊറുക്കണോ, നിങ്ങൾ മറ്റുള്ളവരോട് പൊറുക്കും. നിങ്ങൾക്ക് അള്ള വിട്ടുവീഴ്ച ചെയ്യണോ, ഈ മറ്റുള്ളവരോട് വിട്ടുവീഴ്ച ചെയ്യും. നിങ്ങൾ അതിനൊന്നും തയ്യാറില്ല, ഞാൻ ചെയ്യണമെന്നാണോ? അള്ളാഹുവിന്റെ ചോദ്യം അതാണ്. അതുകൊണ്ട് വളരെ മനസ്സ് പൊട്ടിക്കൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് കേരിച്ചു മടങ്ങുന്ന ഒരു സമയമാണ് സഹോദരങ്ങളെ. ഏറ്റവും വലിയ തൗബ, നല്ല ആത്മാർത്ഥമായ തൗബ. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ. ആത്മാർത്ഥമായി കേരിച്ചു മടങ്ങുക, ആത്മാർത്ഥമായ കേരിച്ചു മടക്കം. അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. ആ ആത്മാർത്ഥത ലോകത്തൊരാൾക്ക് വളക്കാൻ കഴിയില്ല. അതുകൊണ്ട് അടച്ച റബ്ബിനോട് വളരെ മനസ്സറിഞ്ഞുകൊണ്ട് തൗബ ചെയ്യേണ്ടുന്ന അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇതുപോലെ ഇനി ഒരു റമദാനിലൊക്കെ നമുക്കിങ്ങനെ കൂടാൻ കഴിയുമോ? എത്ര ഉണ്ടാവും? കഴിഞ്ഞ കൊല്ലം ഈ ക്ലാസ്സിലുണ്ടായിരുന്ന എത്രയോ ആളുകൾ ഇന്ന് ഖബറിലാണ്. അല്ലാഹു അവരുടെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുന്നു. ഒരുപാട് ആളുകൾ രോഗികളാണ്. നമ്മളൊക്കെ എന്ത് രോഗം കൊണ്ടാണ് നടക്കുന്നതെന്നൊന്നും അറിയൂല. അള്ളാഹിനോട് എപ്പോഴും തേടണം. മാരക രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണേന്ന് തേടിക്കൊണ്ടിരിക്കുക. ഒരു ടെസ്റ്റ് നടത്തുമ്പോഴാണ് നിങ്ങൾ ഇന്ന രോഗത്തിന്റെ ഉടമയാണ് മനസ്സിലാകുന്നത്. ക്ഷമ തരാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. ക്ഷമ തരണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കണം. താങ്ങാനാവാത്ത പരീക്ഷണങ്ങളൊന്നും തരരുത് റബ്ബേ എന്ന് അള്ളാഹിനോട് തേടിക്കൊണ്ടിരിക്കണം. നിരന്തരമായി തേടിക്കൊണ്ടിരിക്കണം. ഇതൊക്കെ ഞാൻ നേരത്തെ ഖുത്ബയിൽ പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെ തേടുമ്പോൾ നമ്മൾ സന്തോഷമുള്ള സമയത്തും എല്ലാ ഘട്ടത്തിലും പടച്ചവനോട് ഇങ്ങനെ പറയുമ്പോഴാണ് കുടുങ്ങുമ്പോ വിളിക്കുമ്പോ അള്ള വേ ഉത്തരം തരിക. കുടുങ്ങുമ്പോ മാത്രം വിളിച്ചാൽ പടച്ചവൻ പരിഗണിക്കൂല. കുടുങ്ങുമ്പോ വിളിക്കുമ്പോഴും ഉത്തരം തരുന്നുണ്ടെങ്കിൽ നല്ല സന്തോഷവും നല്ല അവസ്ഥയിലൊക്കെ കഴിയുമ്പോഴും പടച്ചവന് മറക്കാതെ നല്ല നിലക്ക് ജീവിക്കണം. അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയരുക. പരിശുദ്ധ ഖുർആനി പറഞ്ഞ സന്തോഷഘട്ടത്തിലും സന്താപഘട്ടത്തിലും ചെലവഴിക്കുന്ന, കോപം വന്നാൽ നിയന്ത്രിക്കുന്ന, ആളുകളോട് വിട്ടുവീഴ്ച കാണിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരും ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിന്റെ എല്ലാ രംഗത്തും നമ്മുടെ എല്ലാ സൂക്ഷ്മതയും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് കരുത്തു പകരുമാറാകട്ടെ. നമ്മുടെ പെരുന്നാളാണ് വരുന്നത്. ഈദ്ഗാഹിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, നമുക്ക് അതിനു വേണ്ടി ഒരു ധനസഹായമൊന്നും എവിടുന്നും കിട്ടാനില്ല. ഒരുപാട് ചെലവുകളുള്ള ഒരു സംരംഭമാണത്. കഴിഞ്ഞ ഈദ് നിങ്ങളാണ് നടത്തിയത്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഈദ്ഗാഹാണ്. ഇത് വേറെ അതിന് പ്രത്യേകിച്ച് ആരുമില്ല. എല്ലാവരും നമ്മളാണ് നടത്തുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെയൊക്കെ പോലെ നിങ്ങൾ അതിനോട് എല്ലാ നിലക്കും സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാവണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ വലിയ രൂപത്തിലുള്ള സംവിധാനങ്ങളാണ് നമ്മുടെ മുമ്പിൽ തുറന്നു തരുന്നത്. ഇതിനൊക്കെ നമ്മൾ നന്ദി കാണിക്കണം. നമുക്കിനെ കൂട്ടമായി ഇരിക്കാനും ദീന് കേൾക്കാനും അത് പറയാനൊക്കെ അല്ലാഹു നമുക്ക് വലിയ തൗഫീഖുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹുവിന്റെ ദീന് കേൾക്കാനുള്ള ഒരു അവസരങ്ങളും നഷ്ടമായി കൂടാ. നേരത്തെ പറഞ്ഞതുപോലെ റമദാൻ കഴിഞ്ഞാലും ഇശാക്ക് ശേഷം നമ്മുടെ പള്ളികളിലൊക്കെ വിവിധ വിഷയങ്ങളിലെ ക്ലാസ്സുകളുണ്ട്. ധാരാളം ആളുകൾ അവിടെ വരാത്ത ആളുകളുണ്ട്. നിങ്ങളൊക്കെ അതിന് സമയം കണ്ടെത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആൻ പഠനത്തിനും ഹദീസ് പഠനത്തിനും ഒക്കെ നിങ്ങളുടെ എല്ലാ രൂപത്തിലുള്ള സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ നിങ്ങളിൽ നിന്ന് ഉണ്ടാവണം. നമ്മുടെയൊക്കെ മരണം നല്ല രൂപത്തിലായിത്തീരാൻ വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരിക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അല്ലാഹു നമ്മെ ഈമാനോടുകൂടി മരിപ്പിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ ാകട്ടെ. നമ്മുടെ മനസ്സുകളിലൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നേടേണ്ടത്, എന്തൊക്കെ ആഗ്രഹങ്ങളാണുള്ളതെന്ന് അള്ളാഹു അറിയുന്നവനാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളെയും നീ നിവർത്തിച്ചു തരണമേ അള്ളാഹ്. ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന രക്ഷിതാക്കളുണ്ട്. വിവാഹപ്രായമായിട്ടും എന്റെ മകൾക്കൊരു ഭർത്താവിനെ കിട്ടിയിട്ടില്ല എന്നതിന്റെ പേരിൽ വിഷമിക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. അള്ളാഹുവേ, അവർക്ക് യോജിക്കുന്ന ഭർത്താക്കന്മാരെ നീ പ്രദാനം ചെയ്യണമേ നാഥ. ഒരുപാട് മക്കൾ വിവാഹം കഴിഞ്ഞിട്ട് മാനസികമായി സമാധാനത്തിലല്ലാതെ കഴിയുന്നവരുണ്ട്. അല്ലാഹുവേ, അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നീ ഖൈറും ബർക്കത്തും ചൊരിയണമേ നാഥ.
മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ദമ്പതികളുണ്ട്. അല്ലാഹുവേ, ഏതെങ്കിലും രൂപത്തിൽ അല്ലാഹുവേ നീ അവരുടെ മനസ്സുകൾക്ക് സന്തോഷം നൽകണമേ റബ്ബേ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെയും അവരെയും കാത്തുരക്ഷിക്കണമേ നാഥ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. മനസ്സിനിണങ്ങാത്ത ജോലി ചെയ്തുകൊണ്ട് വളരെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. ഇബാദത്തുകൾക്ക് വരാൻ കഴിയാതെ, നിസ്കാരത്തിന് പോലും വരാൻ കഴിയാത്ത എത്രയോ ജോലി ചെയ്യുന്ന കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, നിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ അർഹപ്പെടുന്ന നിലക്ക്, സൗകര്യപ്പെടുന്ന നിലക്കുള്ള ജോലി നൽകിക്കൊണ്ട് നീ എല്ലാവരെയും അനുഗ്രഹിക്കണമേ നാഥ. കച്ചവടക്കാരുണ്ട് റബ്ബേ, ഹലാലായ കച്ചവടം ചെയ്യാൻ നീ അവർക്ക് തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഹറാമായ നിലക്കുള്ള കച്ചവടങ്ങളിൽ നിന്ന് കച്ചവടക്കാർക്ക് എല്ലാം അല്ലാഹുവേ നീ മോചനം നൽകണമേ നാഥ. അല്ലാഹുവേ, നിനക്ക് പൊരുത്തമില്ലാത്ത എല്ലാ സ്വഭാവങ്ങളിൽ നിന്നും വാക്കുകളിൽ നിന്നും നോക്കുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ നാഥ. വൃത്തികേടിന്റെ ലോകത്താണ് റബ്ബേ ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ കണ്ണുകളെയും കാതുകളെയും കൽബുകളെയും ഞങ്ങളുടെ കുഞ്ഞുമക്കളെയും ഞങ്ങളുടെ ഇണകളെയും നീ കാത്തുരക്ഷിക്കണമേ നാഥ. ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയം ഏറ്റവും സന്തോഷമുള്ള സമയമാക്കി നീ മാറ്റണേ നാഥ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. നിങ്ങൾ സന്തോഷിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ സന്തോഷത്തോടെ റൂഹ് പിടിക്കാൻ വരുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ നാഥ. ഈമാനോടുകൂടി മരിപ്പിക്കണമേ റഹ്മാൻ റഹീമായ റബ്ബേ. സാധുക്കളാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പോരായ്മകളുണ്ട് റബ്ബേ. ഈ പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ഇനി ഞങ്ങളിൽ എത്ര പേര് ഇങ്ങനെ കൂടുമെന്ന് ഞങ്ങൾക്കറിയില്ല. അല്ലാഹുവേ, ഇനി ഞങ്ങൾക്ക് പുറത്തു തരണമേ നാഥ. ഞങ്ങൾക്ക് നീ പാപമോചനം നൽകണമേ നാഥ. നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ നാഥ. ഞങ്ങളുടെ വാക്കുകളിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വന്നുപോയിട്ടുള്ള എന്ത് തന്നെ അപാകതകൾ ഉണ്ടെങ്കിലും റബ്ബേ നീ എല്ലാം പൊറുക്കുന്ന ഗഫൂറുർ റഹീമാണ്. നീ പൊറുത്തു തരണമേ നാഥ. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നീ കരുത്ത് പകരണേ നാഥ. ദുർബലരാണ്, അറിവ് കുറഞ്ഞവരാണ്, ശേഷി കുറഞ്ഞവരാണ് റബ്ബേ. നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്. നീ ഞങ്ങളെ സഹായിക്കണേ നാഥ. സർവ്വ ചതിയന്മാരുടെയും കുതന്ത്രക്കാരുടെയും ഫിത്തനക്കാരുടെയും ഫിത്തനകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നാടിനെയും നീ രക്ഷിക്കണേ റബ്ബേ. എല്ലാവിധത്തിലുള്ള സഹായങ്ങളും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ നാഥ. ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കൊണ്ട് മരിക്കുവാനുള്ള സൗഭാഗ്യം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. മക്കൾ പഴച്ചു പോകുന്ന കാലമാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി വലിയവര് സമ്പാദ്യമാക്കി നിലനിർത്തണേ റബ്ബേ. ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിന് തേടുന്ന സ്വാലിഹീങ്ങളായ മക്കളെ നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന മക്കളാക്കരുത് റബ്ബേ. മാതാപിതാക്കളോട് കരുണ ചെയ്യുന്ന നല്ലവരായ ആളുകളാക്കി നീ മാറ്റണേ റബ്ബേ. ഞങ്ങളുടെയൊക്കെ മാതാപിതാക്കളിൽ ഒരുപാട് ആളുകൾ മരിച്ചുപോയവരുണ്ട്. അല്ലാഹുവേ, നീ അവരുടെ പാപങ്ങൾ പുറത്ത് അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കണേ നാഥ. അവരുടെ ഖബറുകളിൽ നീ ശാന്തിയും സമാധാനവും ചൊരിയണേ നാഥ. ജീവിച്ചിരിക്കുന്ന ഉമ്മമാരും ഉപ്പമാരുമുണ്ട് ഞങ്ങൾക്ക്. അവർക്ക് നീ പൂർണ്ണമായ ആഫിയത്ത് നൽകണേ നാഥ. ഈമാനും ആഫിയത്തും തഖ്വയുമുള്ള ദീർഘായുസ് നീ അവർക്ക് പ്രദാനം ചെയ്യണേ നാഥ. ഒരുപാട് കാലം ഉമ്മ ഉപ്പ എന്ന് വിളിക്കാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ നാഥ. ആരുമായിട്ടും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പിണങ്ങി നിൽക്കാതെ മുഅ്മിനീങ്ങളുടെ സ്വഭാവമായി കൊണ്ട് അല്ലാഹ് പറഞ്ഞിട്ടുള്ളത് അൽ ഹുബ്ബു ലില്ലാഹ് വൽ ബുഗ്ദു ലില്ലാഹ്. സ്നേഹിക്കുന്നു അല്ലാഹ്ക്ക് വേണ്ടി, വെറുക്കുന്നു അല്ലാഹ്ക്ക് വേണ്ടി. അതിലപ്പുറമുള്ള ഒരു താല്പര്യത്തിന് വേണ്ടി പിണങ്ങി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ റബ്ബേ. എല്ലാ നിലക്കും നീ ഞങ്ങളുടെ കർമ്മങ്ങൾ സ്വീകരിക്കണേ നാഥ. ഞങ്ങളുടെ നമസ്കാരം, ഞങ്ങളുടെ നോമ്പ്, ഞങ്ങളുടെ ദാനധർമ്മങ്ങൾ, ഞങ്ങളുടെ ഖുർആനോത്ത്, ഞങ്ങളുടെ സ്വലാത്ത്, ഞങ്ങളുടെ ദിക്ർ, ഞങ്ങളുടെ നന്മ കൊണ്ട് കൽപ്പിക്കൽ, ഞങ്ങളുടെ തിന്മ കൊണ്ട് വിരോധിക്കൽ, ഞങ്ങളുടെ കൂട്ടായ്മകൾ എല്ലാത്തിനും അല്ലാഹുവേ നീ സഹായം നൽകണേ. നീ ഞങ്ങളോട് തെറ്റിദ്ധരിച്ചവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളോട് പിണങ്ങി ഞങ്ങളോട് ആരോപണങ്ങൾ നടത്തിക്കൊണ്ട് അവര് മുശ്രിക്കുകളാണ്, കാഫിറുകളാണെന്ന് പറഞ്ഞുകൊണ്ട് ദുരാരോപണങ്ങൾ നടത്തിക്കൊണ്ട് പിണങ്ങി ദുരാരോപണങ്ങൾ പ്രചരിപ്പിക്കുന്ന സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ, നീ അവർക്ക് സന്മനസ്സ് പ്രദാനം ചെയ്യണേ നാഥ. ശരിയായ വിശ്വാസത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണേ നാഥ. ഈമാനികമായ എല്ലാ നിലക്കുമുള്ള ആദർശത്തിലുള്ള ഐക്യം പടച്ച റബ്ബേ ഞങ്ങളുടെ മനസ്സുകൾക്കിടയിൽ നീ പ്രദാനം ചെയ്യണേ നാഥ. എന്ത് പരാജയങ്ങൾ സംഭവിച്ചാലും അല്ലാഹുവേ നിന്റെ ആദർശത്തിൽ ഒരണുവളവ് വ്യതിചലിക്കാതെ ഉറപ്പിച്ചു നിർത്തണേ റബ്ബേ. സത്യം ഉറക്കെ പറയാനുള്ള കരുത്ത് തരണേ റബ്ബേ. മരിക്കുന്ന സമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനുള്ള കരുത്ത് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا إنك أنت الغفور الرحيم
اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.